CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ 10 വർഷത്തെ പണമിടപാടുകൾ പരിശോധിക്കാനൊരുങ്ങി ആദായ നികുതി വകുപ്പ്. ബാങ്ക് ഓഫ് ഇന്ത്യയിലെ CPM ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചതിന് പിന്നാലെയാണ് പരിശോധന ശക്തമാക്കുന്നത്. പാർട്ടിക്ക് നേരിട്ട് അക്കൗണ്ടുള്ള പൊതുമേഖലാ ബാങ്കുകളിലും പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലും അന്വേഷണം നടക്കും. കഴിഞ്ഞ ദിവസമാണ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ CPM ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത്. പരിശോധിച്ചതിൽ നിന്നും കോടികളുടെ ഇടപാട് നടന്നിട്ടുള്ളതായി കണ്ടെത്തി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് 1 കോടി പിൻവലിച്ചതായും കണ്ടെത്തിയിരുന്നു. പിന്നാലെയാണ് പരിശോധന ശക്തമാക്കാൻ ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചത്. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ 10 വർഷത്തെ പണമിടപാടുകൾ പരിശോധിക്കും. വിവിധ പൊതുമേഖലാ ബാങ്കുകളിലും സഹകരണ ബാങ്കുകളിലുമുള്ള CPM അക്കൗണ്ടുകൾ അന്വേഷണ പരിധിയിൽപ്പെടും. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ബിനാമി അക്കൗണ്ടുകളുടെ കൃത്യമായ രേഖകൾ EDക്ക് മുന്നിൽ ഹാജരാക്കാൻ CPMന് കഴിഞ്ഞിരുന്നില്ല. പിന്നാലെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് ED റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. തുടർന്നാണ് ആദായ നികുതി വകുപ്പും CPM നേതാക്കളെ ചോദ്യം ചെയ്തത്. EDയുടെയും ആദായ നികുതി വകുപ്പിന്റെയും പരിശോധന ശക്തമാകുമ്പോൾ എല്ലാം സുതാര്യമാണെന്നും പാർട്ടിയെ ഭയപ്പെടുത്തുവാൻ നോക്കുകയാണെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. നിയമപരമായ കാര്യങ്ങളെല്ലാം വിട്ട് പാർട്ടിയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് നിയമപരമല്ലാതെ എല്ലാറ്റിനെയും നിയമപരമായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതെല്ലാം തന്നെയാണ് പറഞ്ഞാൽ എല്ലാം കൂടിയാണ്. പിന്നെന്താ സംശയം? ഞങ്ങൾക്കറിയാതെ എന്തെങ്കിലും ഇടപാടുണ്ടോ? എല്ലാം സുതാര്യല്ലേ? ഞങ്ങളിതെല്ലാം പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നില്ലേ കണക്കെല്ലാം? ഈ കണക്കെല്ലാം കൊടുത്തതല്ലേ? ഏത് കണക്കാണ് കൊടുക്കാൻ ബാക്കിയുള്ളത്? ഏത് അക്കൗണ്ടാണ് കൊടുക്കാൻ ബാക്കിയുള്ളത്? 14 ജില്ലയിലെയും സംസ്ഥാന കമ്മിറ്റീൻ്റെയും കണക്ക് മുഴുവൻ ഞങ്ങൾ കൊടുത്തതല്ലേ? എല്ലാവരും കൊടുത്തിട്ടുണ്ട്. എല്ലാം റിട്ടേൺസും കൊടുത്തിട്ടുണ്ട്. നിയമപരമായ സംശയം എന്താ കാര്യത്തിൽ? തൃശൂരിൽ മാത്രം പാർട്ടിക്ക് 80ഓളം അക്കൗണ്ടുകൾ ഉള്ളതായാണ് വിവരം. കരുവന്നൂർ ബാങ്കിൽ 5 രഹസ്യ അക്കൗണ്ടുകൾ ഉള്ളതായും കണ്ടെത്തിയിരുന്നു. ഇതിനിടെ മുഖ്യമന്ത്രി തൃശൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ചോദ്യം ചെയ്യൽ നേരിടുന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ CPM സംസ്ഥാന നേതൃത്വവും പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ജനം, തൃശൂർ.